ഹരിയേട്ടാ, അച്ഛാ. വേണ്ട മോളെ. അമ്മാവൻ ഇത് കുടിക്കേ. കുറെ നേരമായിട്ട് വെള്ളം പോലും കുടിക്കാതിരിക്കുകയല്ലേ. ദാ ഇത് കുടിച്ചേ. എന്താ മോളെ ഇത് പറ്റി? അമ്മാവൻ അവിടെ ഇരിക്കുക, ഞാൻ നോക്കിക്കോളാം. നല്ല കരച്ചിലൊക്കെ ആയിരുന്നില്ലേ, അതാവും. വീണേ, എന്തു പറ്റി? അറിഞ്ഞൂടാ ഹരിയേട്ടാ, കുറെ നേരമായിട്ട് നല്ല തലവേദനയായിരുന്നു. അതാ പെട്ടെന്ന്. ഗുളിയോ വല്ലതും ഇരിപ്പുണ്ടോ? അല്ലെങ്കിൽ വേണുവിനെ വിട്ട് വാങ്ങിപ്പിക്കാം. കുഴപ്പമില്ല ഹരിയേട്ടാ, ഞാനിങ്ങനെ ഇത്രയും വിഷമം പിടിച്ച സിറ്റുവേഷനിലൊന്നും ഇരുന്നിട്ടില്ലല്ലോ. ഹരിയേട്ടൻ അങ്ങോട്ട് ചെല്ല്, അച്ഛനൊന്ന് സമാധാനിപ്പിക്കും. ഞാനിപ്പോൾ വരാം. കാണാതായപ്പോ വേഷം മാറാനോ മറ്റോ ആവുമെന്നാണ് ഞാൻ കരുതിയത്. കരയാണോ മോൾ ഇവിടെ ഇരുന്ന്? ഇപ്പൊ എന്തിനാ കരയുന്നത്? അത് ചെറിയച്ഛൻ എല്ലാവരെയും ആക്ഷേപിക്കുന്ന പോലെയല്ലേ പെരുമാറിയത്. അതിന്റെ കാരണം കുടുംബവഴക്കല്ലേ? അച്ഛനത് പറയുകയും ചെയ്തല്ലോ. അതിലിപ്പോ നിന്റെ പങ്കെന്താ? അതല്ല, എന്നാലും നോക്ക് മോളെ, ബന്ധങ്ങളിൽ വഴക്കുണ്ടാവുക, ചില വഴക്കുകൾ രൂക്ഷമാവുക, അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള കാര്യമല്ലേ. അത് മാത്രം ആലോചിച്ച് നമുക്ക് കരഞ്ഞോണ്ടിരിക്കാൻ പറ്റൂ? പിന്നെ ഒരു കാര്യം, എൻ്റെ കുട്ടിയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. മുതിർന്നവരുടെ വാശിയും വൈരാഗ്യവും ഒന്നും നിങ്ങൾ പരസ്പരം കാണിച്ചില്ലല്ലോ. നിങ്ങൾ രക്തബന്ധത്തിന്റെ ഗുണം കാണിച്ചല്ലോ. ബന്ധങ്ങൾ ഏതായാലും അത് നഷ്ടപ്പെടാതെ നോക്കണം. പിന്നെ അച്ഛനും ചെറിയച്ഛനും തമ്മിലുള്ള ഈ വഴക്ക് അതമ്മ മാറ്റും. ഞാൻ എൻ്റെ മോളോട് പറയുന്ന വാക്കല്ലേ, അപ്പൊ പിന്നെ അത് പാലിക്കാതെ പറ്റില്ലല്ലോ. ഈ വിവാഹത്തിന് മുൻപ് അച്ഛനും ചെറിയച്ഛനും ഒന്നിച്ചിരിക്കും, ഒന്നിച്ച് സംസാരിക്കും. മോള് കണ്ടോ? നിസ്സാര കാര്യങ്ങൾക്ക് ഇങ്ങനെ വാടിപ്പോവല്ലേ, അമ്മയ്ക്ക് വിഷമാവേ. അച്ഛനോട് പിണക്കാണോ? പിണക്കൊന്നുമില്ല. പക്ഷേ ഇത്രയും നാളും മോളുടെ മനസ്സിൽ ഞാൻ അറിയാത്തതൊന്നും ഇല്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു. അത് മാറിപ്പോയി. അച്ഛനെ പേടിച്ചിട്ടാ ഞാൻ പറയാതിരുന്നത്. അത് മാത്രമല്ല,
ബാംഗ്ലൂരിൽ നിന്ന് ശ്രുതി ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. ചെറിയച്ഛന്റെ കാര്യത്തിൽ അവൾക്കും പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞങ്ങളെ സഹോദരങ്ങൾ ഇങ്ങനെ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ കാണേണ്ടി വരുന്ന. ഒന്നും ഞാൻ തിരിച്ചറിയാണ്ട് പോയി. ഞാനിങ്ങനെ അവരുടെ അടുത്തേക്ക് മിണ്ടാൻ ചെന്നതൊന്നുമല്ല. അവരെ രണ്ടുപേരും ചേച്ചി ചേച്ചിന്ന് വിളിച്ച് മിണ്ടാൻ വരുമ്പോ എന്റെ മുന്നിൽ വന്നൂടാന്നു, എന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ലെന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം നീ പറഞ്ഞില്ലേ സഹോദരനെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചും. അവരുടെ അച്ഛനെക്കുറിച്ച് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു നടന്നുകൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. എൻ്റെ അനുജനാണ് ശിവാനന്ദൻ, എൻ്റെ ജീവനാണെന്നൊക്കെ. ഒടുവിലൊരു ദിവസം എല്ലാം അവൻ തന്നെ തട്ടിത്തെറിപ്പിച്ചു. രക്തബന്ധങ്ങൾ അകന്നു നിൽക്കുന്നതിൻ്റെ സങ്കടം എനിക്ക് പഠിപ്പിച്ചു തന്നു. വല്ലപ്പോഴൊക്കെ വഴിയരികിൽ പരസ്പരം കാണാറുണ്ട്. എൻ്റെ മുഖത്തോട്ടൊന്നും നോക്കില്ല. മറ്റുള്ളവർ കേൾക്കെ ബന്ധങ്ങളെക്കുറിച്ച് ചില മോശം പരാമർശങ്ങൾ. അല്ലാതെ അച്ഛൻ വെട്ടിമുറിച്ചതല്ല ഇതൊന്നും. എനിക്കറിയാം അച്ഛാ, ശ്രുതിക്കും അറിയാം. ഇന്ന് എന്നെ മോള് കണ്ടതല്ലേ ഇവിടെ വന്നിട്ട് അവൻ പെരുമാറിയ രീതി. വെറുതെ എന്തിനാ മുറിവിൽ കുത്തിപ്പുണ്ണാക്കുന്നേ? മനസ്സിലെ മുറിവ് അങ്ങനെ തന്നെ കിടക്കട്ടെ. അച്ഛൻ എന്നോട് ക്ഷമിക്കൻ. ഇനി ഒരിക്കലും അച്ഛൻ അറിയാത്ത ഒരു കാര്യവും എന്റെ മനസ്സിലുണ്ടാവില്ല. വാക്ക്. എൻ്റെ കുട്ടി ഒരു വലിയ തെറ്റ് ചെയ്തു എന്ന് അച്ഛൻ പറഞ്ഞില്ല. പക്ഷേ മറ്റുള്ളവരെ കൂടി നോക്കണമല്ലോ, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ നാളെ ഒരു കാലത്ത് ശിവാനന്ദനെല്ലാം മനസ്സിലാവുമായിരിക്കും. പഴയതൊക്കെ അവൻ ഓർത്തെടുക്കുമായിരിക്കും. അങ്ങനെ സംഭവിക്കട്ടെ. വേണ്ടപ്പെട്ടവർ എന്നും കൂടെ ഉണ്ടാവുക എന്ന് തന്നെയാണ് അച്ഛൻ്റെ ആഗ്രഹം. അകന്നു നിൽക്കുന്നത് വല്ലാത്തൊരു വേദനയാണ്, ഹൃദയം നുറുങ്ങുന്ന വേദന. അതൊരു പാവമായിരുന്നു. സ്നേഹിക്കാൻ പറഞ്ഞാല് ഒരു നിബന്ധനയില്ലാതെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അതേ അറിയൂ മുത്തശ്ശിക്ക്. ഈ പാടത്തു നിന്നൊക്കെ പറിച്ചു കളയുന്ന കളയുണ്ടല്ലോ, അതുപോലെയായിരുന്നു എൻ്റെ ജന്മം. അതങ്ങനെയല്ലെന്ന് എന്നെ വിശ്വസിപ്പിച്ചത് അമ്മാവനും മുത്തശ്ശിയും കൂടിയാ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നോടാ. എടാ, എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് വൈകുമെന്ന് തോന്നിയാ ഞാൻ പറയും മരുന്ന് കഴിച്ചിട്ട് കിടന്നോളാൻ. പക്ഷെ ഞാൻ തിരിച്ചെത്തുമ്പോ മുത്തശ്ശിയുടെ മുറിയിൽ അനക്കം കേൾക്കാം. വേറൊന്നുമല്ല, ഞാൻ തിരിച്ചു വന്നു എന്ന് മുത്തശ്ശിക്ക് ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഉറങ്ങിക്കോളും. ഇനിയിപ്പോ അങ്ങനൊരു കാത്തിരിപ്പില്ല. ശൂന്യമായ മുറിയിൽ മുത്തശ്ശിയുടെ ഓർമ്മകൾ മാത്രമാ. ഒരു കാര്യത്തില് നമുക്ക് സമാധാനിക്കാലോ ഹരി. മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെയല്ലേ മുത്തശ്ശി യാത്രയായത്. നീ ഒന്ന് ആലോചിച്ച് നോക്കി. നിന്റെ ജീവിതത്തിൽ ഒരു ഇഷ്ടം തോന്നിയിട്ട് നീ ഒരാളെ തെരഞ്ഞെടുക്കുക. നീ അവളെ കണ്ടെത്തിയില്ല. പക്ഷേ അവൾ മുത്തശ്ശിയുടെ മുന്നിൽ വന്നു, മുത്തശ്ശിയോട് സംസാരിച്ചു, മുത്തശ്ശിക്ക് പാട്ട് പാടിക്കൊടുത്തു. നിന്റെ പെണ്ണിനെ കൂടി കാണുവാനുള്ള യോഗം മുത്തശ്ശിക്കുണ്ടായിരുന്നു എന്നല്ലേ അർത്ഥം? അപ്പാപ്പനും അമ്മാമ്മയും അച്ഛനും അമ്മയും ഒക്കെ ഓരോ ഘട്ടത്തിലും നമ്മളോട് യാത്ര പറഞ്ഞു പോകും. നമുക്കെന്താ ചെയ്യാൻ പറ്റുക? അവരാഗ്രഹിച്ച പോലെ ജീവിക്കുക. നമ്മുടെ സന്തോഷങ്ങള് അവര് മോളിരുന്ന് കണ്ടോട്ടെ എന്ന് കരുതുക.
അങ്ങനെയല്ലേ? ശരിയാ. മനസ്സിരുത്തി ആലോചിച്ച മരണത്തെ നിസ്സാരമായിട്ട് കാണാൻ പറ്റും. പക്ഷെ നമ്മള് സാധാരണ മനുഷ്യരല്ലടാ. ചിന്തിച്ചു പോവും, കരഞ്ഞു പോവും. ഈ ലോകത്ത് അമ്മാവനും മുത്തശ്ശിക്കും മാത്രമാ എന്നെ ഏറ്റവും കൂടുതൽ കരയിപ്പിക്കാൻ പറ്റുന്നത്. കാരണം എനിക്ക് അവരെ ഉണ്ടായിരുന്നുള്ളൂ. എത്ര നാളുകൊണ്ട് ഇതൊക്കെ മറക്കാൻ പറ്റും? എന്നത്തേക്ക് സാധാരണ നിലയിലാവുന്നൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. മുത്തശ്ശിയുടെ ആത്മാവിന് സ്വസ്ഥത ഉണ്ടാവട്ടെ. സദാനന്ദേട്ടാ, സദാനന്ദേട്ടോ. ആ പ്രസിഡന്റ് ഇരിക്കൂ. ആ, അച്ഛനെവിടെ മോളെ? അച്ഛൻ പുറത്തു പോയിരിക്കാം. ആഹാ. അല്ല മോളെ, നീ ജോലിക്കാര്യം പറഞ്ഞതേ സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഇപ്പോ കല്യാണത്തിന് ഒരുപാട് നാളൊന്നുമില്ലല്ലോ. അതിനിടയിൽ പെട്ടെന്ന് ഇപ്പം എന്താ ഇങ്ങനെ ജോലി അന്വേഷിക്കാൻ? വേറൊന്നുമല്ല, കല്യാണത്തിന്റെ ചെലവുകൾക്കായിട്ട് അച്ഛൻ ഒരുപാട് ഓടി നടക്കുന്നുണ്ട്. എല്ലാം കൂടി അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ചെറിയ സഹായം അച്ഛന് വേണ്ടി ചെയ്യാൻ പറ്റാലോ എന്ന് വിചാരിച്ചിട്ടാ. ഇതിപ്പോ എന്റെ അറിവിൽ തൽക്കാലം ഇവിടെ അടുത്ത് മോൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയൊന്നുമില്ലല്ലോ മോളെ. പിന്നെ വല്ല തൃശ്ശൂരോ മറ്റോ അന്വേഷിക്കുകയാണെങ്കിൽ എന്റെ പരിചയക്കാരുടെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, എനിക്ക് അത്രയും ദൂരം പോവാനൊന്നും പറ്റില്ല. അച്ഛൻ തനിച്ചായിപ്പോ. ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ അതാ ഞാൻ ഉദ്ദേശിച്ച. ഇവിടെ തന്നെ എന്ന് പറഞ്ഞാല് മോളുടെ പഠിപ്പിനനുസരിച്ചൊരു ജോലി. പ്രസിഡന്റ് അതൊന്നും നോക്കണ്ട, കുറച്ചു നാളത്തെ കാര്യമല്ലേ. ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലെ കണക്ക് നോക്കലോ, പഞ്ചായത്തിൽ തന്നെ അതുപോലെ എന്തെങ്കിലും ജോലിയോ. ആ മോളെ, നമ്മുടെ കൃഷി ഓഫീസർ ഉണ്ടല്ലോ സുഗണൻ സാറ്, പുള്ളിയുടെ മോൾക്ക് സയൻസിന് ട്യൂഷൻ എടുക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു. ആ, ഞാൻ പോവാം. അതങ്ങനെ കനപ്പെട്ട ജോലിയൊന്നുമല്ല. ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുത്താൽ എന്താ കിട്ടുക? അത് സാരല്ല പ്രസിഡന്റ്, കിട്ടുന്നതാവട്ടെ. ആ, പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോഴത്തെ പെൺകുട്ടികള് കുറച്ചൊക്കെ മാറി ചിന്തിക്കുന്നവരാ. അത് തന്നെയാ എനിക്ക് നിങ്ങളെപ്പോലുള്ളവരോടൊക്കെ സ്നേഹവും ബഹുമാനവും. നമ്മുടെ രാമത്തെ രാമകൃഷ്ണോട്ടിയെ അറിയില്ലേ? ആ അറിയാം, ആ കാല് വയ്യാത്തെ. ആ, അത് തന്നെ. ആ. അയാൾക്കൊരു മോളുണ്ട്. ആ പെൺകുട്ടി അധികം പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്തൊരു ഉത്സാഹി എന്നറിയോ? എന്ത് ജോലി അവൾ ചെയ്യും. കുറെ നാളായിട്ട് നമ്മുടെ ഇവിടങ്ങളിൽ പത്രം ഇട്ട് കൊടുക്കുന്നത് ആ കുട്ടിയാ. 2 ദിവസം മുമ്പ് ആ പാവം സൈക്കിളിൽ നിന്ന് വീണു. ആ, കാലിന് പൊട്ടലുണ്ടേ. ഇനി 1-2 മാസം കഴിയാതെ അതിന് ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല. പത്ര ഏജന്റ് രാജീവൻ അതിന് പകരം ആരെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുക. എന്നാ അതുകൂടി ഞാൻ ചെയ്യാം. മോളൊന്ന് പോയിക്കേ. BA-ക്ക് 3rd റാങ്ക് കിട്ടിയ പെൺകുട്ടി ഈ വട്ടത്തിലും നീളത്തിലും സൈക്കിൾ കൂട്ടി പേപ്പർ ഇടാൻ പോവാ. എല്ലാ തൊഴിലിനും അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. എനിക്കങ്ങനെ കുറച്ചിലൊന്നും തോന്നുന്നില്ല. മോള് കാര്യമായിട്ടാണോ ഈ പറയുന്നത്? പ്രസിഡന്റ് ഇനി ഒന്നും ആലോചിക്കണ്ട. ആ ഏജന്റിനോട് പറഞ്ഞിട്ട് നാളെ മുതൽ ഞാൻ പത്രിടാൻ വരട്ടെ. ഇനിയിപ്പൊ ഞാൻ എന്താ പറയാ? അങ്ങനെ ഒരു യോഗ ഉണ്ടെങ്കിൽ അതും കൂടി നടക്കട്ടെ. ആ, സദാനന്ദേട്ടാ. ആ, എന്താ പ്രസിഡന്റ്? ഒന്നുമില്ല സദാനന്ദേട്ടാ, ഞങ്ങൾ ചുമ്മാ സംസാരിച്ചിരിക്കായിരുന്നു. അല്ല മോളെ, കുടിക്കാൻ വല്ലതും കൊടുത്തോ? ഏയ് വേണ്ട വേണ്ട, ഞാൻ ഇറങ്ങാം, കുറച്ച് തിരക്കുണ്ട്. ആ പിന്നെ സദാനന്ദേട്ടാ, കഴിഞ്ഞ ജന്മത്തില് നിങ്ങൾ ചെയ്ത പുണ്യം ചെറുതല്ല കേട്ടോ. അതുകൊണ്ടാ ഇങ്ങനൊരു കുട്ടി നിങ്ങളുടെ മകളായിട്ട് പിറന്നത്, ഒരു സംശയമില്ല. എന്നാ പിന്നെ വരട്ടെ മോളെ. കാര്യങ്ങള് മോള് തന്നെ അച്ഛനോട് പറഞ്ഞേക്ക്. ഇറങ്ങട്ടെ. ആ, എന്താ മോളെ പ്രസിഡന്റ് പറഞ്ഞ കാര്യം? കല്യാണത്തിന് ഇനിയും കുറച്ച് ദിവസം ഉണ്ടല്ലോ.
അതിനു മുൻപ് ചെയ്യാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് പ്രസിഡന്റിനോട് ചോദിച്ചതാ. അതെന്തിനാ? അതിന്റെ ആവശ്യമുണ്ടോ? അച്ഛൻ തടയരുത്. എന്റെ കല്യാണത്തിന് എന്നെ കൊണ്ടാവുന്നത് അതിത്തിരി ചെറുതായാലും അച്ഛന്റെ കയ്യിൽ വെച്ച് തരാലോ എനിക്ക്. മോളെ, ജോലിയുടെ കാര്യമൊക്കെ ഞാൻ പറയാം. അച്ഛൻ എതിർപ്പൊന്നും പറയരുത്. അല്ല മോളെ, ഇങ്ങനൊരു തീരുമാനം സുജാതയോട് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടാവും ചോദിക്കണ്ടേ? അങ്ങനെ തൊഴിലിനെ അംഗീകരിക്കാത്തവരാണെങ്കിൽ അതങ്ങ് പോട്ടേന്ന് വെക്കാം. മോളെ, അമ്മ അങ്ങനെയൊന്നും പറയില്ല അച്ഛാ. കേൾക്കുമ്പോ അംഗീകരിക്കുകയുള്ളൂ. എന്ത് പണിക്കാ മോള് പോന്നേ? നല്ല അന്തസ്സുള്ളൊരു ജോലിയാ. അച്ഛൻ വാ. ഭർത്താവ് ആ, ഒരു ഫ്രണ്ടിന്റെ മകളുടെ കല്യാണം, അങ്ങോട്ട് പോയതാ. ഈ അമ്മ ഇത് എന്തു ഭാവിച്ച? എല്ലാ ദിവസവും ജോൽസിനെ കൊണ്ടുവരലും പ്രശ്നം വെപ്പിക്കലും. വിവാഹം തീരുമാനിച്ചത് മുതൽ എന്തൊക്കെയോ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് വേണമല്ലോ വിവാഹത്തിലേക്ക് കടക്കാൻ. അതാ അങ്ങയോട് വരാൻ പറഞ്ഞത്. ശരി, വിശദമായി തന്നെ നോക്കിയേക്കാം. ദേവപ്രീതി അല്പം കുറവാണല്ലോ കാണുന്നത്. നിശ്ചയിച്ചുറപ്പിച്ച ഏതെങ്കിലും കർമ്മങ്ങളോ വഴിപാടുകളോ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? എന്റെ ഓർമ്മയിലില്ല. കുടുംബദൈവങ്ങൾക്കാണ് പ്രസാദക്കുറവ്. ഈ കുടുംബക്ഷേത്രമോ വെച്ചുപൂജയോ അങ്ങനെ എന്തെങ്കിലും? കുടുംബക്ഷേത്രമുണ്ട്, രഘുവേട്ടന്റെ കുടുംബക്ഷേത്രം. അവിടെ പോകാറുണ്ടോ? അങ്ങനെ എപ്പോഴും ഇല്ല. എന്നാ സംശയിക്കണ്ട, അത് തന്നെയാ ദേവപ്രീതിയുടെ കുറവ്. അവിടെ പോണം. കുടുംബത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പൂജകൾ ചെയ്യണം. അത് ചെയ്യാം. അവിടുത്തെ പ്രതിഷ്ഠാ ദിനം ഉടനെ ഉണ്ട്. എങ്കിൽ പിന്നെ വിശേഷായി, അന്ന് തന്നെ പൊയ്ക്കോളൂ. നാൾ പൊരുത്തവും ജാതക പൊരുത്തവും ഒക്കെ ഗംഭീരാണ്. എന്നാൽ തടസ്സങ്ങളൊക്കെ വന്നു എന്ന് പറയണത് അവഗണിക്കാനും പാടില്ല. ഒരു ലക്ഷ്മി നാരായണ പൂജയാണ് ഉത്തമം. അത് കുടുംബക്ഷേത്രത്തിൽ ചെയ്താൽ മതി. വരനും വധുവും ഒരുമിച്ചിരുന്നാണ് ആ പൂജ ചെയ്യേണ്ടത്. ഓ, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. എന്താ, അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല, ചെയ്യാം. അത്യാവശ്യം ഒരുക്കങ്ങൾ വേണ്ട പൂജയാണ്. അത് നേരത്തെ തന്നെ പോയി അവിടെ ഏർപ്പാടാക്കണം. അത്രേ വേണ്ടതുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ജോത്സരെ? ബാക്കിയെല്ലാം സുഗമമാണ്. എങ്കിൽ ഞാൻ പ്രശ്നം മടക്കാം. ദേവി, എല്ലാം നന്നായി വരട്ടെ. എന്നാ അമ്മേ നമ്മൾ പൂജ ചെയ്യുന്നേ? ഒരു പൂജയും ചെയ്യണ്ട. എനിക്കൊന്നിനും വയ്യമ്മേ. ഈ കല്യാണാലോചന തുടങ്ങിയ നിമിഷം മുതൽ പ്രശ്നങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. എന്തൊക്കെ കഴിഞ്ഞു ഇതിനിടയ്ക്ക്? ഈ കുടുംബത്തിലുള്ളവർ ആരും ഒരു ദോഷം ചെയ്തിട്ടില്ല. മറ്റുള്ളവർ ചെയ്യുന്ന ദോഷത്തിന് നമ്മളാണോ പരിഹാരം ചെയ്യണ്ടേ? മോനെ, എല്ലാം മംഗളമാവാൻ വേണ്ടിയിട്ടല്ലേ? അച്ഛൻ വരുമ്പോൾ ഈ കാര്യം ഞാൻ പറയും. എനിക്ക് മടുത്തമ്മേ. ഈ വിവാഹാലോചന എന്ന് തുടങ്ങിയോ അന്ന് നമ്മുടെ കുടുംബത്തിന്റെ സ്വസ്ഥത നശിച്ചു. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഏട്ടനൊന്നും മിണ്ടാതിരുന്നേ. മോളെ, നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. എന്റെ വിവാഹം എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ പാടുപെടുന്നത് കാണാനേ എനിക്ക് വയ്യാഞ്ഞിട്ടാ. എങ്കിൽ നമുക്കിത് വേണ്ടെന്ന് വെക്കാം. പൂജയല്ല, ഈ വിവാഹം തന്നെ വേണ്ടെന്ന് വെച്ചേക്കാം. അമ്മേ, ഇവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇപ്പൊ തന്നെ എത്ര പ്രശ്നങ്ങൾ വന്നു. ഇത് തന്നെയല്ലേ വിവാഹം കഴിഞ്ഞാലും സംഭവിക്കുക. ഞാനിത് വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചു.
ഇതെന്താ ഇത്? നിത്യ ചേച്ചിയെ കണ്ട അന്ന് മുതല് നിത്യ നിത്യ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നതാണല്ലോ അമ്മ. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അമ്മയ്ക്ക് എങ്ങനെയാ പറ്റുന്നേ?